ഹലോ, ഇന്ന് നമുക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കിലോ കണക്കിന് പച്ചക്കറി കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് പോയാലോ? പോകുന്ന വഴിക്ക് ഈ ചലഞ്ച് ഫുഡ് ഫെയറിലൊന്ന് കയറാം. പാറുണ്ടി സോക്സ് ആകെ പോയിരിക്കുക. ഇനി 10-15 ദിവസമേ ക്ലാസ് ഉള്ളു. എന്നാലും സാരമില്ല, മുഷിഞ്ഞതിട്ട് അങ്ങനെ വിടുന്നേ. പുതിയൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഈ ഗൂഗിൾ പേ ഒക്കെ എല്ലാ കടയിലും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ക്യാഷ് കൈ കരുതണം. നമ്മൾ കാർണക്കോടത്തുള്ള, അതായത് കലൂർ കാർണക്കോടത്തുള്ള ATMിൽ നിന്ന് പൈസ എടുത്ത് നേരെ പോയത് എറണാകുളം മാർക്കറ്റിലേക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എറണാകുളം മാർക്കറ്റ് ഇങ്ങനെയെന്ന്. എന്നാലും നവീകരിച്ച മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇവിടെ ഇത്രയും സെറ്റപ്പ് ആയതിനു ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. എന്തായാലും കണ്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി. നിങ്ങൾ പണ്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം കണ്ട ഞെട്ടിപ്പോകും. അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മൾ കയറി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലായത്. നെടുനീളത്തിൽ കിടക്കുകയാണ് വിശാലമായ ഷോറൂം പോലെ. എല്ലാം കിട്ടും. പച്ചക്കറി, പലവ്യഞ്ജനം, അതുപോലെ കുട്ട, വട്ടി. ഇത് കണ്ടോ, ഇത് പനമ്പിൻ്റെ പായ. ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഞാനിവിടെ പച്ചക്കറി വാങ്ങാൻ വന്നേ കേട്ടോ. വില കുറവാണെന്ന് കരുതി എനിക്കങ്ങനെ കിലോ കണക്കിനൊന്നും വേണ്ട. കാരണം നമ്മുടെ വീട്ടിൽ വലിയ 2 ആളുകളും 2 കുഞ്ഞു പിള്ളേരും അല്ലേ ഉള്ളത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇതിനകത്ത് വന്ന് കയറിയത്. അതുകൊണ്ടായിരിക്കണം ഇതിലത്ര തിരക്കൊന്നും കാണുന്നില്ല. ഇനി പുറത്തിറങ്ങി നോക്കിയാലേ എന്താണെന്ന് അറിയത്തുള്ളൂ. പണ്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ മാർക്കറ്റായിരുന്നു. അതിൽ വന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇവിടെ ഭയങ്കര തിരക്ക്, അകത്താളില്ല. ഇവിടെ ഇപ്പോഴും പഴയ കണക്ക് തന്നെ പച്ചക്കറി കച്ചവടം നടക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിൻ്റെ പേരിൽ വന്നെങ്കിലും ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നടക്കുന്നത് നല്ല രസമാണേ. ഇവിടെ വന്നാൽ പലതരം ബിസിനസ് കാണാം. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ബ്രോഡ്വേയിലാട്ടോ. അതാകുമ്പം കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പേരാണല്ലോ. 100 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ അടിപൊളി ചെരുപ്പുകൾ. പിന്നെ തുണി മെറ്റീരിയൽ കൊണ്ടുവന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 20 രൂപയ്ക്ക് കുർത്തി. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചിലപ്പം യൂസ്ഡ് ഐറ്റംസ് ആയിരിക്കും, അത് വാഷ് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. പിന്നെ ഇവിടെ വന്ന് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും. പിന്നെ പുതിയ മോഡൽസ് ഡ്രസ്സ് വേണ്ടവർക്ക് ഇവിടെ വരാം. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞാനിവിടുന്ന് അങ്ങനെ തുണിയൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പോയി ഇട്ട് നോക്കിയൊക്കെ അല്ലേ വാങ്ങുന്നത്. പിന്നെ ഈ ഒരു പൊട്ട് കണ്ടോ, ഇതിൽ 12 എണ്ണം ഉണ്ട്. ഈ 12 എണ്ണത്തിന് 20 രൂപ. ആകെ 20 രൂപ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയോ? പിന്നെ ഈ കിടക്കുന്ന തുണിക്ക് 60 രൂപ, മീറ്ററിന് 70 രൂപ അങ്ങനെ മുറിച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ട് ക്ഷീണിച്ച് ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ടാകാം ഇനി നടത്തുമെന്ന്. ഈ കടയിലിരിക്കുന്ന സാധനങ്ങളുടെ പേരറിയാത്തതുകൊണ്ടും പിന്നെ കളർ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതേലൊന്നും വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ചിക്കൻ ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു ഐറ്റവും പിന്നെ എഗ് ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് വാങ്ങിച്ചത്. ഈ സാധനത്തിന് കാണാനുള്ള ഭംഗിയുള്ളൂ, കഴിച്ചിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ആദ്യത്തെ കടിയിൽ എനിക്ക് ആ മാവ് മാത്രമേ കിട്ടിയുള്ളൂ. നമ്മുടെ അരിമാവാണ്, കുഴക്കട്ടയുടെയൊക്കെ മാവില്ലേ അത്. അതിനകത്ത് ചിക്കനും സവാളയൊക്കെ വെച്ചുള്ള ഒരു ഫില്ലിങ്. അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഓക്കെ, ഇത് നമ്മൾ മൈദ വെച്ച് അപ്പം ഉണ്ടാക്കത്തില്ലേ, പരത്തി ദോശ കണക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുട്ട മസാല വെച്ച് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേര് മലബാർ പപ്സ് എന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ വാങ്ങുമല്ലോ. ദേ ഈ ചെരുപ്പിനൊക്കെ 50, 100 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത്. നമുക്കിതിനകത്ത് കാറോ ബൈക്കോ ഒക്കെ ആയിട്ട് വരാൻ പറ്റത്തില്ല. ഭയങ്കര തിരക്കാണ്. നടന്ന് കാണാം, നല്ല രസമാണ്. പിന്നെ ആവശ്യക്കാർക്ക് എന്ത് വേണേലും വാങ്ങുകയും ചെയ്യാം. നേരത്തെ വെജിറ്റബിൾ മാർക്കറ്റും ഫിഷ് മാർക്കറ്റും അടുത്തടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ദൂരെയാണ്. അതുകൊണ്ട് ഇവിടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പച്ചക്കറി വാങ്ങാൻ വന്നിട്ട് പച്ചക്കറി വാങ്ങുന്നത് കാണിച്ചില്ലല്ലോ. ഇവിടുന്ന് നമ്മൾ 1 കിലോ അച്ചിങ്ങ പയർ 15 രൂപയ്ക്കും 1 കിലോ വഴുതനങ്ങ 10 രൂപയ്ക്കുമാണ് വാങ്ങിച്ചത്. എന്തിനാ ഈ 1 കിലോ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം, അവർ 1 കിലോ കുറച്ച് തരത്തില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മീനും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഇത് മാർക്കറ്റിൽ നിന്നല്ല കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.